ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫഹദ് ഫഹൂസ് വ്ളോഗ്സ്. സ്വാതന്ത്ര്യദിന കേസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻഡ് ആൻസേഴ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പാർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് പോയി കാണേണ്ടതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചോദ്യം 1. 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരെന്താണ്? ഉത്തരം ശിപ്പായി ലഹള. ചോദ്യം 2. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ചോദ്യം 3. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 4. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പാർലമെന്റിലെ ദർബാർ ഹാളിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ നടത്തിയ പ്രസംഗം നടത്തിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണെന്ന് പറഞ്ഞ് നടത്തിയ ആ പ്രസംഗമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളുടെ ആദ്യത്തെ അധ്യായം. ചോദ്യം 5. ഇന്ത്യയോടൊപ്പം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം സൗത്ത് കൊറിയ, കോങ്കോ. ചോദ്യം 6. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ചോദ്യം 7. ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ചോദ്യം 8. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ചോദ്യം 9. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം ഗാന്ധിജി. ചോദ്യം 20. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി എന്താണ്? ഉത്തരം സുബൈദാർ. ചോദ്യം 11. ദണ്ഡിയാത്ര ആരംഭിച്ചത് എന്ന്, എവിടെ നിന്നും? ഉത്തരം 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന്. ചോദ്യം 12. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം 1919 ഏപ്രിൽ 13 അമൃത്സറിൽ. ചോദ്യം 13. 1919 ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവി ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. ചോദ്യം 14. ദേശീയഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആരാണ്? ഉത്തരം റാം സിംഗ് ടാക്കൂർ. ചോദ്യം 15. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ.